ഇന്ന് കറി വെക്കാൻ എടുത്തേക്കുന്നത് വരിമീനാണ്. ഈ വരിമീൻ എന്ന് പറഞ്ഞാൽ നെയ്മീൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നെയ്മീനാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ അതൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവാള വാടട്ടെ. അതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി കുറച്ച് വടക്കമ്പുളി ഇട്ട് കൊടുക്കാം. വടക്കമ്പുളി കുടംപുളി എന്നൊക്കെ പറയും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഫിഷ് മസാല, കുറച്ച് കുരുമുളക് പൊടി. ഇനി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കടലിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രേവി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വാരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് വള്ളത്തിൽ പഴങ്കഞ്ഞിയാണ്. നല്ല പച്ചമുളകും സവാളയൊക്കെ ഇട്ട് ഇന്നലെ തന്നെ വെള്ളമൊഴിച്ച് വെച്ചിരുന്ന പഴങ്കഞ്ഞിയാണ്. അപ്പോൾ ഇനി എല്ലാവർക്കും പഴങ്കഞ്ഞിയും വരിമീൻ കറിയാണ് വള്ളത്തിൽ. എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. ഇപ്പോൾ ഓരോരുത്തരും മേടിച്ച് വെച്ച് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പർ പഴങ്കഞ്ഞിയും വരിമീൻ കറിയും. ഈ എണ്ണം വാൽഭാഗം മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. വരിമീൻ്റെ ഇടപ്പീസൊന്നും വേണ്ട. ഇനി ഞാൻ ഇച്ചിരി കഴിക്കട്ടെ. നല്ല ചൂട് വരിമീൻ. അവിടെ കൈ പൊള്ളിപ്പോയി, അത്രയ്ക്ക് ചൂടുണ്ട്. എന്ത് സാധനം? വരിമീൻ. കടലിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. എല്ലാവരും കടലിൽ മഴ പെയ്യുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കേ.